വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിക്കാം. സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. സാറ് ഞാൻ റോഡ്. നമസ്കാരം. മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള ലൈസൻസ് പ്രൊസീജിയറാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ചൈന, കൊറിയ, അറേബ്യൻ കൺട്രീസിലൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളതും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ലൈസൻസ് പ്രൊസീജിയറാണ് ഉള്ളത്. അത് അത്യാവശ്യം ഹാർഡസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ലൈസൻസ് എടുത്ത് ഡ്രൈവർമാരാകുന്നവരൊക്കെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രൈവർമാരായിരിക്കും. അവർ റോഡിലിറങ്ങി വലിയ രീതിയിലുള്ള അപകടങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. മാത്രമല്ല അവിടെയൊക്കെ മോട്ടോർ വാഹന നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രിക്റ്റ് ആണ്. അവിടെ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈസൻസ് ക്യാൻസൽ ആവും. പിന്നെ ആദ്യം മുതൽ ഈ ഒരു പ്രൊസീജിയറിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ അവർക്ക് ലൈസൻസ് കിട്ടത്തുള്ളൂ. എന്നാൽ നമ്മുടെ രാജ്യത്ത് സിമ്പിൾ ആയിട്ടുള്ള ലൈസൻസ് പ്രൊസീജിയർ ആണ്. അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആൺകുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പെൺകുട്ടികൾക്കാണ്. ഇപ്പൊ പെൺകുട്ടികളും നല്ല രീതിയിൽ ലൈസൻസ് എടുക്കാറുണ്ട്. അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ലൈസൻസ് പ്രൊസീജിയർ ആയിട്ട് പോലും അത് പാസ്സാകാൻ പറ്റാതെ ആ വഴികളിലൂടെ ഒന്നും പോകാതെ കുറുക്കു വഴി സ്വീകരിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം ആൾക്കാർ ഡ്രൈവർമാരായിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും അപകടങ്ങൾ ഉണ്ടാവുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇവിടെ സിമ്പിൾ ആയതുകൊണ്ട് തന്നെ ലൈസൻസ് കിട്ടിയാലും അയാൾ നല്ലൊരു ഡ്രൈവർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ പറയുന്ന വ്യക്തി കുറേ നാൾ റോഡിലൂടെ ഓടിച്ച് എക്സ്പീരിയൻസ് ആയെങ്കിൽ മാത്രമേ ഇയാൾ നല്ലൊരു ഡ്രൈവർ ആകത്തുള്ളൂ. പല രാജ്യങ്ങളുടെയും കാര്യം അങ്ങനെയല്ല. അവിടെ വളരെ ഹാർഡാണ്. എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്ത് എല്ലാ ടെസ്റ്റും പാസ്സായി കഴിയുമ്പോഴേക്കും അവരൊരു പെർഫെക്റ്റ് ഡ്രൈവർ ആവും. അപ്പോൾ കഴിഞ്ഞ ദിവസം മലയാളി ക്ലബ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു പെങ്കൊച്ച്, ആ പെങ്കൊച്ച് MVDയുടെ വാഹനം തടഞ്ഞു നിർത്തി ഷോ കാണിക്കുകയാണ്. ഷോ കാണിക്കാനുണ്ടായ കാരണം അവള് ലൈസൻസിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. റോഡ് ടെസ്റ്റിൽ അവള് ഫെയിലായിപ്പോയി. വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, ഓടിച്ചത് ശരിയായില്ല. ഇവിടെ അറിയാമല്ലോ, നമ്മുടെ MVD ഒക്കെ മാക്സിമം നോക്കും, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് അയഞ്ഞൊക്കെ കൊടുത്തിട്ടാണ് ലൈസൻസ് കൊടുക്കാറുള്ളത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പോൾ അതുപോലും ചെയ്യാൻ അറിയാതെ, അത്ര പോലും വണ്ടി ഓടിക്കാൻ അറിയാത്തവർ മാത്രമാണ് ഫെയിൽ ആകാറുള്ളത്. അങ്ങനെ ഫെയിലായി എന്നതിന്റെ പേരിൽ MVDയുടെ വാഹനം തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അവളങ്ങ് ഷോയാണ്. ആ വീഡിയോ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. വേണ്ട, ഞാൻ ഇന്ന് തൂങ്ങിക്കാം. സാറിന്റെ പേര് ഞാൻ ഇത് ഉറപ്പാ. എനിക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ കോൺട്രാക്ട്. സാറ് ഞാൻ റോഡ് ഒഴിച്ചില്ലോ എന്ന് അവസരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി എവിടെയാ അവസരം? ഒരാഴ്ച സാറേ ഞാൻ പറഞ്ഞു എനിക്ക് പോണ്. എന്തിനാ റിവേഴ്സിന്റെ ഓടിക്കാത്ത ഒരാൾക്ക് ഞാൻ കൊടുക്കാൻ പറ്റുമോ? കുട്ടിയെ കൊണ്ടു നടന്ന് ഞാൻ ഏറ്റവും ചെറുതായിട്ടുള്ളവർ കൊടുത്തു. നിങ്ങളിത് കാണുന്നില്ലേ? അച്ഛനല്ലേ പോകുന്നില്ലേ ഞങ്ങള്? വേണ്ടേ? എന്തായാലും ഇന്നുമായിട്ട് ഞാൻ സാറിന്റെ പേര് ഉറപ്പാ. ഞാൻ അത്രയും ഫസ്ട്രേറ്റഡ്. സാറേ പറഞ്ഞോ, എന്നിട്ട് ആ കാര്യമായിട്ട് സീരിയസ് ആയിട്ട് പറഞ്ഞ ജോയിന്റെ അടുത്ത് പറയൂ. എനിക്ക് ലോകം അവസാനിക്കല്ലേ? ജോയിന്റെ അടുത്ത് പറയൂ. പ്രശ്നമാവും. എന്റെ തെറ്റ് നടത്തി പ്രതി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. ഞാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടാ. അവളുടെ അഹങ്കാരം കണ്ടോ? ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുകയാണ്. എന്നിട്ട് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പേരെഴുതി വെച്ചിട്ട് അവൾ ഏതാണ്ട് ചെയ്യുമെന്ന്. നീ ചെയ്തത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല. നിന്നെ പോലെ ഡ്രൈവിംഗ് അറിയാതെ കാറും എടുത്ത് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കിയുള്ളവരെ ഉപദ്രവിക്കുന്നതിനേക്കാളും നല്ലതല്ലേ? സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്? ഒരു കുഴപ്പമില്ല. അവളുടെ ഒപ്പം അവളുടെ അച്ഛനും ഉണ്ട്. അവളുടെ അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞ് ഉപദേശിച്ചു കൊടുത്തൂടെ? ഏതാണ്ട് അത്യാവശ്യത്തിനാണെന്നാണ് പറയുന്നത്. എന്ത് അത്യാവശ്യത്തിനാണെന്നുണ്ടെങ്കിലും ഇവളെ പോലെ അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ പോലെ ഡ്രൈവിംഗ് അറിയാത്ത ആൾക്കാർക്ക് ലൈസൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പലപ്പോഴും ലൈസൻസ് കൊടുക്കാറുണ്ട്. ഇതേതോ നല്ല ഉദ്യോഗസ്ഥരായതുകൊണ്ടാണ്. അല്ലാത്ത ഉദ്യോഗസ്ഥർ പൈസ വാങ്ങിച്ച് ലൈസൻസ് ഒക്കെ കൊടുക്കുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്കറിയാം. അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഒരുപാട് കുറുക്കു വഴികൾ ഇതിനകത്തുണ്ട്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ ആയിട്ട് പോലും അതുപോലും പഠിക്കാൻ പറ്റാതെ, അതുപോലും പഠിച്ച് ലൈസൻസ് എടുക്കാൻ പറ്റാതെ ഇങ്ങനെ നടക്കുന്നവന്മാർക്കൊന്നും ലൈസൻസ് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത് അഹങ്കാരമാണ്, പക്ക അഹങ്കാരമാണ്. സത്യത്തില് നമ്മുടെ ഈ ലൈസൻസ് പ്രൊസീജിയർ ഒക്കെ കുറേയും കൂടി ടഫസ്റ്റ് ആക്കണം. ഈ നിസാരപ്പെട്ട 8 എടുക്കുക അല്ലെങ്കിൽ 7 എടുക്കുക ഇമാതിരി പരിപാടിയൊക്കെ മാറ്റിയിട്ട് കുറച്ചും കൂടി ടഫസ്റ്റ് ആക്കണം, കുറച്ചും കൂടി ഹാർഡർ ആക്കണം. അങ്ങനെ ഹാർഡർ ആക്കി കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കേണ്ടവരെടുത്തോളൂ. വേണമെന്നുള്ളവര് അതൊക്കെ പഠിച്ച് എടുത്തോളൂ. വേണ്ടെന്നുള്ളവർ ലൈസൻസ് എടുക്കണ്ട. നമുക്ക് റോഡിലൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരു വിശ്വാസത്തോടു കൂടിയിട്ട് നടക്കുമെങ്കിലും ചെയ്യാമല്ലോ. ഇപ്പം ഫുട്പാത്തിൽ കൂടെ പോലും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഓരോ ഡ്രൈവർമാര് കാരണം. എന്തുകൊണ്ടാണ്? ഇത് തന്നെ കാരണം.
പല രാജ്യങ്ങളിലുള്ളതുപോലെ ഇവിടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലൈസൻസ് പ്രൊസീജിയറും വരണം, സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ നിയമങ്ങളും വരണം. അത്തരം നിയമങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെയും പ്രശ്നമാകും. ഒന്നാമത്തെ കാര്യം, നമ്മുടെ റോഡുകളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. പണിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ താഴോട്ട് പോകുന്ന റോഡുകളാണ്. വലിയ വലിയ കോൺട്രാക്ടർമാർക്ക്, കൂടിയ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാലും ഇതേ അവസ്ഥയാണ്. അപ്പൊ ഡ്രൈവർമാരും കൂടി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തുവാകും? ഒരാൾ അശ്രദ്ധയോടെ ഓടിച്ചാൽ മതി, ഓപ്പോസിറ്റ് വരുന്ന ആളെ, ഇപ്പം ഒരു വ്യക്തി കാർ ഓടിച്ചുകൊണ്ട് പോവാണ്, അയാൾ നല്ല രീതിയിൽ ഓടിക്കാൻ അറിയാത്ത ഡ്രൈവറാണ്. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ളവർ എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിലും ഈ ഒരാൾ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ രണ്ടുപേരുടെ ഇത് പോവും, കൺട്രോൾ വിട്ടു പോവും, കോൺസെൻട്രേഷൻ പോവും. കാരണം ഡ്രൈവിംഗ് എന്ന് പറയുന്നത് നിസ്സാരമല്ല. ഈ മൊബൈലിലൊക്കെ ഗെയിം കളിക്കുന്നത് പോലെയൊന്നും അല്ല, ഒരാളുടെ ജീവൻ വെച്ചുകൊണ്ടുള്ള കളിയാണ്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അറിയാവുന്നവർക്ക് മാത്രം ലൈസൻസ് കൊടുത്താൽ മതി. ഇതുപോലെ ഷോ കാണിക്കുന്നവന്മാരെയൊക്കെ പിടിച്ച് അകത്തിടണം. ഇങ്ങനെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തി അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകത്തിടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് മോളെ. നീ എന്തറിഞ്ഞിട്ടാ ഈ കാണിക്കുന്നത്? സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയർ പോലും പഠിച്ചെടുക്കാൻ പറ്റാതെ, അത്ര പോലും വണ്ടി ഓടിക്കാൻ പറ്റാതെ എനിക്ക് ലൈസൻസ് തായോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് മൂങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല, അങ്ങനെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ലൈസൻസ് എടുക്കേണ്ടവര് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാൻ അറിയാമെങ്കിൽ ലൈസൻസ് എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് പോവാതിരിക്കുക.